ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊച്ചൂസ് വിഷൻ. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയർലൻഡിലേക്ക് ഒരു നേഴ്സായി വരാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ HSE ഹോസ്പിറ്റലുകളിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്റ്റായി വരാൻ കാത്തിരിക്കുന്ന, അതുപോലെ തന്നെ പുതുതായി അയർലൻഡിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അവരിൽ പലരും NMBI രജിസ്ട്രേഷൻ കഴിഞ്ഞവരും അതുപോലെ തന്നെ OET അല്ലെങ്കിൽ IELTS ഇതിന്റെയൊക്കെ ഡേറ്റ് കഴിയാറായവരും, അങ്ങനെ വിവിധ രീതിയിലുള്ള ആളുകൾ അയർലൻഡിലേക്ക് HSE ഹോസ്പിറ്റലുകളിലെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫ്രീസിംഗ് മൂലം നിരാശരായി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർക്കൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്ത. റിക്രൂട്ട്മെന്റ് നിരോധനം പിൻവലിക്കാൻ HSE ആലോചിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ റിക്രൂട്ട്മെന്റ് ഫ്രീസുമായി മുന്നോട്ട് പോയാൽ ഇനിയും പ്രതിസന്ധികൾ ഏറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റിക്രൂട്ട്മെന്റുകൾ സാധാരണ നിലയിലേക്കാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇന്ത്യക്കാരായ നൂറുകണക്കിന് നഴ്സുമാരും സോഷ്യൽ കെയർ വർക്കേഴ്സ് അടക്കം ഒരുപാട് പേരാണ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ജോബ് ഓഫർ ലെറ്ററും കിട്ടി അയർലൻഡിലേക്ക് വരാനായി കാത്തിരിക്കുന്നവർ ഇപ്പോൾ നാട്ടിലുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഫ്രീസിംഗ് എപ്പോഴാണ് തീരുന്നത് എന്ന്. അവർക്കൊക്കെ ആശ്വാസകരമാകുന്ന വാർത്തയാണ് ഇപ്പോൾ അയർലൻഡിൽ നിന്നും പുറത്തു വരുന്നത്. ഫ്രീസിംഗ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതായി HSE ചീഫ് എക്സിക്യൂട്ടീവ് ബെർണാഡ് ഗ്ലോസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലെ ഹെൽത്ത് കെയർ സർവീസുമായി അയർലൻഡിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കവെയാണ് ബെർണാഡ് ഗ്ലോസ്റ്റർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നത് പോലെ ഒരു നിസ്സാര സംഭവമല്ല ഈ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ നടത്തിപ്പ്, ജീവനക്കാരുടെ എണ്ണം, അവരുടെ സാലറി, അങ്ങനെ വിവിധ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ്, ആ വകുപ്പ് മിനിസ്റ്റർ, പബ്ലിക് എക്സ്പെൻഡിച്ചർ മിനിസ്റ്റർ ഇവരുമായിട്ടൊക്കെ വിശദമായ ചർച്ചകൾ നടന്നു വരികയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് HSE പ്രതീക്ഷിക്കുന്നത്. പൊതുവെ കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം HSE സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും റിക്രൂട്ട്മെന്റ് നിരോധനം ചില പ്രത്യേക മേഖലകളെ, അതായത് നഴ്സുമാരുടെ മേഖലകളെ ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യാൻ നഴ്സുമാർ തീരെയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എമർജൻസി വിഭാഗത്തിൽ എത്തുന്ന ഓരോ 400 രോഗികളിലും 130 പേരെ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നതാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെ പല രോഗികളും ചികിത്സയ്ക്കായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും പതിവാക്കിയിട്ടുണ്ട്. ഇത് കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ കൂടി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. നമ്മൾ ഇന്റർവ്യൂവിന്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ ആളുകൾ ഇതിന്റെ അടിയിൽ കമന്റുകൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്റ്റായി, ഓഫർ ലെറ്റർ കിട്ടി, അതിനുശേഷം വിവരങ്ങളൊന്നും തന്നെ ഇല്ല, ഫ്രീസിംഗ് എപ്പോൾ തീരും, അങ്ങനെ ഒരുപാട് കമന്റുകൾ നമുക്ക് വരാറുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ വാർത്ത വളരെ ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന എല്ലാ നഴ്സസിനും അതുപോലെ തന്നെ മറ്റ് ജോലികൾ ചെയ്യാനായി വരാനിരിക്കുന്നവർക്കും ഉടൻ തന്നെ അയർലൻഡിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരെ നന്ദി, നമസ്കാരം.